ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി സുന്നി കാന്തപുരം വിഭാഗം. വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുവെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്മാറിയെന്ന വാദം തെറ്റ്. വെൽഫെയർ പാർട്ടിയെയും PDPയെയും ഒരുപോലെ കാണാനാകില്ല. സതീശന്റെ പ്രസ്താവന അപകടം ചെയ്യുന്നതെന്നും വിമർശനം. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി നമ്മളോടൊപ്പം ചേരുന്നു. ഇപ്പം വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണ UDFന് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് SYSന്റെ നോക്കിക്കാണുന്നത്? ജമാഅത്തെ ഇസ്ലാമി പല സന്ദർഭങ്ങളും ഇങ്ങനെ പതിച്ചു കൊടുക്കലുണ്ട് പല മുന്നണികൾക്കും. ചിലപ്പോൾ UDFന് കൊടുക്കും, മുമ്പ് LDFന് കൊടുത്തു, അങ്ങനെ കൊടുക്കലില്ല. അതൊരു അത്ഭുതമുള്ള സംഗതിയല്ല. പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പഴയ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയാണ് വലിയ അപകടം ഉണ്ടാക്കുക. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. RSS പോലുള്ള സംഘടനകൾക്കൊക്കെ വലിയ ഒരു ആയുധമാക്കാൻ പറ്റിയ ഒരു പ്രസ്താവനയാണത്. അത് വേണ്ട പോലെ പഠിക്കാതെ ജമാഅത്തെ ഇസ്ലാമിനെ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് ഈ അഭിപ്രായം പറഞ്ഞതെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിൽ നിന്ന് അവർ പിന്മാറിയെന്നാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാം ഇതുവരെ പിന്മാറിയിട്ടില്ല. പിന്നെ മൗദൂദിനെ തള്ളുന്നു എന്നവർ സൂചിപ്പിച്ചത് മൗദൂദിനെ തള്ളുക എന്നതല്ല. പക്ഷെ അത് തന്നെ പറഞ്ഞത് 2019 അതിനുശേഷം ഇറങ്ങിയ പുസ്തകമാണിത്. ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഒരു മുന്നണിയും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പറയുന്നില്ല. വെൽഫെയർ പാർട്ടി അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അവരെ ആശയത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞ് അവരെ വെള്ളപൂശുന്നത് അപകടമാണ്. അത് മറ്റ് പലർക്കും പല ഉപകാരം ചെയ്യും. മാത്രമല്ല ഈ ആശയത്തിൽ അവർ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ പിന്മാറുകയാണെങ്കിൽ ഏറ്റവും ആദ്യം സ്വാഗതം ചെയ്യൽ നമ്മളായിരിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഈ ആശയത്തിലൂടെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായത് മുസ്ലിം സമുദായത്തിന്. കേരളത്തിൽ ഇവരെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണോ ഈ പ്രസ്താവനയിലൂടെ? തീർച്ചയായിട്ടും അതല്ലേ സംഭവിക്കുന്നത്. അത് വളരെ അപകടകരമായ ഒരു പ്രസ്താവനയാണ്. അവിടെ എന്തായിരിക്കും, നിലമ്പൂരിൽ എന്തായിരിക്കും ഒരു നിലപാട് സ്വീകരിക്കുക? ഞങ്ങൾ സാധാരണ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു മുന്നണിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പതിച്ചു കൊടുക്കാറില്ല. ഞങ്ങൾക്ക് നയങ്ങളുടെ രാഷ്ട്രീയ നിലപാടുണ്ട്. അത് ഞങ്ങളുടെ മാതൃസംഘടന കേരള മുസ്ലിം ജമാഅത്ത് തീരുമാനിക്കുകയും സംഘടനാ സംവിധാനത്തിലൂടെ ആ സമയമാകുമ്പോൾ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്യുന്ന രീതിയാണ് പണ്ടേ സ്വീകരിച്ചു വരുന്നത്. ആ രീതി നിലപാട് പ്രഖ്യാപനം എന്നാണ് ഉണ്ടാവുക? അതുണ്ടാവും. തെരഞ്ഞെടുപ്പ് 19 അതിന് മുമ്പായിട്ടുണ്ടാവും. ഇപ്പം അതോടൊപ്പം തന്നെ ഇപ്പൊ PDP LDFന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? PDP നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ കണ്ടുകൂടാ. നമ്മൾ PDPന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പുള്ളവരല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്നോ ഉള്ള അപകടകരമായ വാദമുള്ള ഒരു പാർട്ടിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായ വലിയ അപകടം ഉണ്ടാക്കുന്ന, മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് പിന്തിരിപ്പൻ ആശയങ്ങൾ കൊണ്ടുവന്ന ഒന്നാണ്. ജനാധിപത്യമായിട്ട് നിസ്സഹകരിച്ചതുകൊണ്ട് വലിയ അപകടം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ സമസ്ത ജമിയത്തുലും അതിന് ശക്തമായി നിരാകരിച്ചതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധരായി നിലനിൽക്കുന്നു. ഇപ്പം ഈ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഉറുദു ബെൽറ്റുകളിലൊക്കെ മൗദൂദിയുടെ ഈ ആശയം കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നത്. അപ്പോൾ അവിടെ ഇപ്പോഴും മുസ്ലിങ്ങൾ ഈ ഉന്തുവണ്ടിയായിട്ട് ഉപജീവനം നടത്തുന്ന ഒരവസ്ഥ വന്നത് ഇവരെ ആശയം കാരണമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പോലെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത് അതാണ് നമുക്ക് ഗൗരവമുള്ളത്. മറ്റുള്ളത് പല ചർച്ചകളും ഇങ്ങനെ രാഷ്ട്രീയ അവർ നിലപാട് പറയാത്തടത്തോളം കാലം അതിനെ വെള്ളപൂശുന്നത് അപകടമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നത് SYS പറയുന്നു. അതോടൊപ്പം ഈ വെൽഫെയർ പാർട്ടിയെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശുന്ന ഒരു നിലപാടാണ് V.D. സതീശൻ സ്വീകരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം.